ഒന്നുമില്ല. ലീഗൽ റിക്വയർമെന്റ്സ് ആൻഡ് പ്രൈസ് കൺട്രോൾ ബൾക്ക് ഡ്രഗ്സ് ആണ് നമ്മൾ പറയുന്നത്. ഗവൺമെന്റ് അക്കോർഡിംഗ് ടു ഡ്രഗ് പ്രൈസ് കൺട്രോൾ 2013 അനുസരിച്ച് 348 ഡ്രഗിന് കുറച്ച് റെഗുലേഷൻസ്, അതായത് 348 നമ്പേഴ്സ് ആണ് ഡ്രഗ്സിനകത്ത് വന്നിരിക്കുന്നത്. അത്രയും ഡ്രഗ്സിനെ കുറച്ച് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഫോർമുലേഷന്റെ സ്ട്രെങ്തും ഡോസേജും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഗവൺമെന്റ് അതിനെ വിൽക്കാൻ സാധിക്കുന്ന ഒരു മാക്സിമം ഇത്ര എമൗണ്ടിൽ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റും എന്നുള്ള ഒരു റേറ്റ് നമുക്ക് തരും. അതിൽ കൂടുതൽ വിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ സാധനം വിൽക്കാൻ പറ്റില്ല. സോ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ക്യാൻ ബി സോൾഡ്. സോ ഈ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സാധനത്തിന് വാങ്ങാൻ പറ്റുന്ന പരമാവധി എമൗണ്ട് ആണ്. ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് സീലിംഗ് പ്രൈസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഒരു കാര്യം മനസ്സിലാവത്തില്ല. അപ്പൊ സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വിൽക്കാൻ സാധിക്കുന്ന പരമാവധി എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും, അതാണ് സീലിംഗ് പ്രൈസ്. ദെൻ എങ്ങനെ നമുക്ക് സീലിംഗ് പ്രൈസും ആവറേജ് പ്രൈസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ കാൽക്കുലേഷൻ ഓഫ്, ഞാനൊരു കാര്യം നിങ്ങൾക്കത് ചിലപ്പം ടെക്സ്റ്റ് കണ്ടില്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇപ്പൊ ഷെയർ ചെയ്യാമേ. ഒന്ന് വെയിറ്റ് ചെയ്തേ. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ കുട്ടികളെ? ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ? കാണാമോ? പ്രത്യൂഷ്, ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞേ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഫോർമുലേഷന്റെ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ കാൽക്കുലേഷൻ ഓഫ് ആവറേജ് പ്രൈസ് ഓഫ് ഷെഡ്യൂൾഡ് ഫോർമുലേഷൻ, അതായത് PS ടു എ റീറ്റെയിലർ എത്രയാണെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് സം ഓഫ് പ്രൈസസ് ടു റീറ്റെയിലർ of all brands and generic versions of the medicine having market share more than അല്ലെങ്കിൽ equal to 1% of the total market turnover. കാണുന്നുണ്ടോ? ഇതാ പറയുന്നത് മാർക്കറ്റ് ടേൺ ഓവർ ഓൺ ദ ബേസ് ഓഫ് മൂവിങ് ആനുവൽ ടേൺ ഓവർ ഓഫ് ദാറ്റ് മെഡിസിൻ. അതായത് നമ്മുടെ കയ്യിലുള്ള ആ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ജനറിക് വേർഷൻസിന്റെ എല്ലാം എമൗണ്ട് നമ്മൾ കൂട്ടും. റേറ്റ് ഇപ്പം A ആണ് ആദ്യത്തെ ഒരു ജനറിക്കിന്റെ റേറ്റ്, B ആണ് അടുത്തതിൻ്റെങ്കിൽ അപ്പം ആ ഓരോ റീറ്റെയിലറിന്റെയും ഓരോ ബ്രാൻഡിന്റെയും റേറ്റുകൾ എല്ലാം കൂടെ നമ്മൾ കൂട്ടും. എന്നിട്ട് ടോട്ടൽ മാർക്കറ്റ് ടേൺ ഓവറുമായിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഓക്കെ, സോ ഈ ഒരു വേർഷൻസിന് നമ്മൾ ഒന്നെങ്കിൽ അത് ആ മാർക്കറ്റ് ടേൺ ഓവറിന്റെ 1% എടുത്തിട്ട് അതിനെ ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണോ എന്നുള്ളത് നോക്കും. ഇതേ ഡിവൈഡഡ് ബൈ total number of such brand and generic version of that medicine having market share more than അല്ലെങ്കിൽ equal to 1% of the total market turnover on the base of moving annual turnover of that medicine. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു റീറ്റെയിലറുടെ കയ്യിലിരിക്കുന്ന ബ്രാൻഡുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ മേളിലുള്ള വാല്യൂ കാണാൻ പോകുന്നത്. താഴെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആ ഒരു മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് സച്ച് ബ്രാൻഡ് ആയിരിക്കും നമ്മൾ താഴെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ PC എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സീലിംഗ് പ്രൈസ്. ആൻഡ് PS എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ആവറേജ് പ്രൈസ്. ഓക്കെ, സോ PC എന്ന് പറയുന്നത് എന്താണ്? PC ഈസ് ദ സീലിംഗ് പ്രൈസ്. PS എന്ന് പറയുന്നത് എന്താണ്? റീറ്റെയിലർ നമുക്ക് തരുന്ന ആവറേജ് പ്രൈസ്.
ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അത് അയാളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളുടെയും റേറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിന്റെ റേറ്റിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ റീറ്റെയിലർക്ക് ഉള്ള ആവറേജ് പ്രൈസ് നമുക്ക് കിട്ടും. അപ്പൊ സീലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫോർമുലേഷന്റെ ആവറേജ് പ്രൈസ് എടുക്കുന്നു ഇൻറ്റു 1 + m ഡിവൈഡഡ് ബൈ 100. m എന്താണ്? അയാൾക്ക് കിട്ടുന്ന മാർജിൻ, ആ റീറ്റെയിലർക്ക് കിട്ടുന്ന മാർജിനെയാണ് നമ്മൾ എം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിന്റെ വാല്യൂ നമുക്ക് 16 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ റീറ്റെയിൽ പ്രൈസ് ഓഫ് എ ന്യൂ ഡ്രഗ് ഷാൽ ബി ഫിക്സ്ഡ് ബൈ ആഡിങ് 16% മാർജിൻ ടു ദ റീറ്റെയിലർ. അപ്പം 1 + m എന്ന് പറഞ്ഞു. എം എന്ന് പറയുന്നത് മാർജിൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പുതിയ ഡ്രഗിന്റെ റീറ്റെയിൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ എമ്മിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്താൽ മതി, 16% കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇനി രണ്ട് വാക്കുകൾ അവിടെ പറയുന്നത് കാണുന്നുണ്ടോ? മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഓഫ് എ ഷെഡ്യൂൾഡ് ഫോർമുലേഷൻ, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഓഫ് എ ന്യൂ ഡ്രഗ്. ഓക്കെ, അപ്പം ഒരു ഷെഡ്യൂൾഡ് നേരത്തെ നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു ഫോർമുലേഷന്റെ ആണെങ്കിൽ സീലിംഗ് പ്രൈസ് പ്ലസ് ലോക്കൽ ടാക്സ്, സീലിംഗ് പ്രൈസ് പ്ലസ് ലോക്കൽ ടാക്സ്. ഓക്കെ, ദെൻ ന്യൂ ഡ്രഗിന്റെ ആണെങ്കിലോ റീറ്റെയിൽ പ്രൈസ് പ്ലസ് ലോക്കൽ ടാക്സ്. ക്ലിയർ ആയോ? സീലിംഗ് പ്രൈസ് പ്ലസ് ലോക്കൽ ടാക്സ്, മാക്സിമം ഒരു ന്യൂ ഡ്രഗിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രൈസ് പ്ലസ് ലോക്കൽ ടാക്സ്. ഓക്കെ, ഇത്രയുമാണ് വരുന്നത്. നെക്സ്റ്റ്, thus in case of scheduled formulation the maximum retailed price എന്ന് പറയുന്നത് എന്താണ്? It depends upon the ceiling. ഒരു മിനിറ്റ്. സോ അപ്പൊ നമ്മൾ പറയുന്നത് ഒരു മാക്സിമം റീറ്റെയിൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? സീലിംഗ് പ്രൈസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഷെഡ്യൂൾഡ് ഫോർമുലേഷൻസ്, നമ്മുടെ ബ്രാൻഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫോർമുലേഷൻസിന്റെ കേസിൽ നമുക്ക് റീറ്റെയിൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സീലിംഗ് പ്രൈസ് അറിയണം. എന്നാൽ ഒരു ന്യൂ ഡ്രഗിന്റെ, പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഡ്രഗ് ആണെങ്കിൽ അതിന്റെ റീറ്റെയിൽ പ്രൈസ് അറിഞ്ഞാൽ മതി. മനസ്സിലായോ? ഒന്നുമില്ല, നിങ്ങൾ സീലിംഗ് പ്രൈസ് എന്താണെന്ന് അറിയാം, റീറ്റെയിൽ പ്രൈസ് എന്താണെന്ന് അറിയാം, ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ഭാഗത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇൻവെന്ററി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻ അല്ലേ ഇൻവെന്ററി. ABC നമ്മൾ പറഞ്ഞു, EOQ പറഞ്ഞു, ദെൻ VED പെർപ്യൂച്വൽ സിസ്റ്റം, സ്ലോ ആൻഡ് നോൺ മൂവിങ് ഐറ്റംസ്. എന്തായിരുന്നു ഒബ്സലേറ്റ് ഐറ്റംസ്? ഒബ്സലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഒബ്സലേറ്റ്, മറന്നു പോകരുത്. ഒബ്സലേറ്റ് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒബ്സലേറ്റ് ഐറ്റംസ്. ഓക്കെ, ഇനി സ്ക്രാപ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? 3 തരം സ്ക്രാപ്പ് ഉണ്ട്: ലെജിറ്റിമേറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഡിഫക്റ്റീവ്. ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്ത്, ആ ടാബ്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇത്രത്തോളം വേസ്റ്റ് വരും, അതാണ് ലെജിറ്റിമേറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസൈനിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ആക്രി ആയിട്ട് പോകുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ്. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാൻഡ്ലിംഗ് പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ് ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട പോർഷൻ ആണ്, ദാറ്റ് ഈസ് ബാങ്കിങ്. ഓക്കെ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഓക്കെ, സോ banking and finance.
സോ നമ്മൾ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിന്റെ അകത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. എല്ലാം ചിലപ്പോൾ ഈസി ആയിരിക്കും, കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ ഇതെല്ലാം അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എല്ലാരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ആദ്യമേ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബാങ്കിങ് അപ്പൊ നമുക്ക് തന്നെ അറിയാം അല്ലെ, ബാങ്കിങ് നമ്മൾ ബാങ്കിനെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ബാങ്കിനെ സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സാധാരണക്കാരെന്ന രീതിയിൽ നമ്മൾ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടിയിട്ട്. ഒരു ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിലും നമ്മുടെ നാട്ടിലൊരു വ്യവസായം നടക്കണമെങ്കിലും ഈ ബാങ്കാണ് ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത്. സോ ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് പറയുന്നത്, ബാങ്കിൽ നടക്കുന്ന പ്രോസസ് എന്താണ്? ബാങ്കിങ്. അപ്പം ബാങ്കിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൊമേഴ്സ് പോലെയുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിൽ നടക്കണമെങ്കിൽ അതിന്റെ ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്? ബാങ്കിങ്. അപ്പൊ ബാങ്ക് എന്താണ്? ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ടേം ഫോർ എ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് carrying on certain kind of financial business dealing in money. അതായത് ബാങ്ക് എന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിലും ബാങ്ക്, മുത്തൂറ്റ് ബാങ്ക് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ജെന്റിൽമാൻ ബാങ്ക്. അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളുണ്ട്, അല്ലാതെ പ്രൈവറ്റ് സെക്ടർ റൺ ചെയ്യുന്ന ബാങ്കുകളുണ്ട്. SBI, ഫെഡറൽ ബാങ്ക്, കാനറ പോലെയുള്ള വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉള്ള ബാങ്കുകൾ നമുക്കറിയാം, ചെറുകിട ബാങ്കുകൾ നമുക്കറിയാം. സോ ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ടേം which is used for a number of institutions carrying on certain kind of financial business dealing in money. അതായത് സാമ്പത്തിക ഇടപാടുകൾ ഡീല് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു കോംപ്രഹെൻസീവ് ടേം ആണ് ബാങ്ക് എന്നുള്ളത്. ഓക്കെ, ഇനി it buys and sells money. Okay, it buys and sells money in the same way as a trader buy good and for resale at a profit. അതായത് ഒരു കച്ചവടക്കാരൻ ഒരു സാധനം വാങ്ങിയിട്ട് അത് റീസെല് ചെയ്യില്ലേ? അതായത് ഇപ്പൊ അയാൾ 5 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുന്നു, അയാൾ അത് മറിച്ചൊരു ആൾക്ക് വിൽക്കുന്നത് 10 രൂപയ്ക്കായിരിക്കും. 5 രൂപ അയാളുടെ ലാഭം. ഇത് തന്നെയാണ് ബാങ്ക് ചെയ്യുന്നത്. ബാങ്കും പൈസ വാങ്ങുന്നു, എന്നിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു? അതിനെ വിൽക്കുന്നു. അപ്പം ഇതേ ഒരു ട്രേഡർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ബാങ്കുകാരും ചെയ്യുന്നത്. സിമിലർലി ബാങ്ക് buy money from depositors and sell, that is lend it to the borrowers. അതായത് ബാങ്ക് പൈസ വാങ്ങുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യില്ലേ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നമ്മൾ മണി എന്താ ചെയ്യുന്നത്? ബാങ്കുകാര് ഈ പൈസ ഡെപ്പോസിറ്റേഴ്സിന്റെ അടുത്തുനിന്ന് വാങ്ങുന്നു, എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ ഇവർ ആർക്ക് കൊടുക്കുന്നു? കടമെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. ഇപ്പൊ നമുക്കറിയാം ഈ FD ഇടാറുണ്ട് നമ്മുടെ ബാങ്കിൽ അല്ലെ. FD എന്താ? ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ ബാങ്കിൽ നമ്മുടെ കയ്യിൽ എക്സസ് ആയിട്ടുള്ള പൈസ കൊണ്ടുപോയിട്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയ്ക്ക് നമുക്ക് ബാങ്കുകാർ കൃത്യമായിട്ട് എല്ലാ മാസവും ചിലപ്പം ഇപ്പം 1 ലക്ഷം രൂപ ഇട്ട് ചിലപ്പോൾ 1000 രൂപ നമുക്ക് പലിശ തന്നു എന്നിരിക്കട്ടെ. ഈ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ബാങ്കുകാർ എന്ത് ചെയ്യും? ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ലെൻഡ് ചെയ്യും, ബോറോവേഴ്സിന് ലെൻഡ് ചെയ്യും. ലെൻഡ് ചെയ്യുമ്പോൾ ആ ബോറോവേഴ്സിനോട് പറയും എല്ലാ മാസവും 1000 രൂപ പലിശയായിട്ട് അടയ്ക്കണമെന്ന് പറയും. സോറി, 2000 രൂപ പലിശയായിട്ട് അടയ്ക്കണമെന്ന് പറയുന്നു. അപ്പോൾ 1000 രൂപ നമ്മളുടെ ലാഭവും 1000 രൂപ ബാങ്കിന്റെ ലാഭവുമായിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പം ബാങ്കുകൾ യൂഷ്വലി ചെയ്യുന്ന എന്താണ്? ഡെപ്പോസിറ്റേഴ്സിന് അടുത്തുന്ന പൈസ വാങ്ങുന്നു, അതിനുശേഷം അവര് ആരാണോ അവരുടെ അടുത്തുന്ന മണി ലെൻഡ് ചെയ്യാൻ വരുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നു? ഈ മണി കൊടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ബാങ്കിന്റെ ഒരു ബേസിക് സിസ്റ്റം. ഒരു ട്രേഡർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ബാങ്കുകാരും ചെയ്യുന്നത്. ഓക്കെ, സോ ബിസൈഡ്സ് ദാറ്റ് ബാങ്ക് ഓൾസോ പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ എക്സ്ചേഞ്ച് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഫണ്ട്. അതേപോലെ ഇപ്പം UAE-യിലോ അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ കൺട്രീസിലോ ഒക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്നുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ നമുക്ക് ബാങ്ക് വഴി എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിന്റെ സഹായത്തോടു കൂടി എക്സ്ചേഞ്ച് ചെയ്യാം, അതേപോലെ ഫണ്ടുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ട് ബാങ്കുകൾ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ബാങ്കിൽ നടക്കുന്ന ഫിനാൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇൻ ഇന്ത്യ ദ ബാങ്കിങ് സിസ്റ്റം ഈസ് ക്യാരിഡ് ഓൺ 2 പാറ്റേണിലാണ്.
ഇൻഡിജീനിയസ് ആസ് വെൽ ആസ് വെസ്റ്റേൺ ലൈൻസ്. ഏതൊക്കെ പാറ്റേണിലാണ്? ഇൻഡിജീനിയസ് ലൈൻസും ഉണ്ട്, വെസ്റ്റേൺ ലൈൻസും ഉണ്ട്. സോ ഇൻഡിജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാല് സേത്ത്, മഹാജൻ, ബെനിയ അല്ലെങ്കിൽ ഷഹൂക്കർ അവരൊക്കെ ആയിരിക്കും ബാങ്കർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദേ ഹാവ് ബീൻ കാറ്ററിംഗ് ടു ദ ക്രെഡിറ്റ് റിക്വയർമെന്റ് ഓഫ് പീപ്പിൾ സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ. സോ വെസ്റ്റേൺ സ്റ്റൈൽ എന്ന് പറയുന്നതാണ് നമ്മുടെ RBI പോലെയുള്ള ബാങ്കുകളുടെ കൺട്രോളിലുള്ള കൊമേഴ്സ്യൽ ബാങ്ക്, സേവിങ്സ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഇൻഡസ്ട്രിയൽ ബാങ്ക്, എക്സ്ചേഞ്ച് ബാങ്ക്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. ഇൻഡിജീനിയസ് സിസ്റ്റവും നിലനിന്നിരുന്നു, വെസ്റ്റേൺ ലൈനും നിന്നിരുന്നു. ഇൻഡിജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടൊക്കെ ഇവരുടെ അടുത്ത് നിന്നൊക്കെ മേടിക്കത്തില്ലേ, എന്തുവാ, ഓ അവരുടെ പേരെന്തുവാടാ, നമ്മൾ പണ്ട് ഈ എന്താ പറയാ, നമ്മൾ പലിശ കൊടുക്കുന്നതല്ല, അതേപോലെ തന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് മുമ്പോട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ പണ്ട് തമ്പരാക്കന്മാരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നല്ലോ പണ്ട്. സോ അത്തരം സമയങ്ങളിൽ പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവരായിരിക്കും ഈ സാമ്പത്തികമായി മുമ്പോട്ട് നിൽക്കുന്ന സേത്ത്, മഹാരാജൻ, ബിനിയ, ഷഹൂക്കർ എന്നൊക്കെ പറയുന്ന സാമ്പത്തികമായി മുമ്പോട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുക? പൈസ ബാങ്കിനെ പോലെ കൊടുക്കുക. പക്ഷേ വെസ്റ്റേൺ സിസ്റ്റത്തിനകത്ത് RBIയുടെ കൺട്രോൾ, നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റമാണ് വെസ്റ്റേൺ സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇൻഡിപെൻഡൻസിന് ശേഷം എന്ത് സംഭവിച്ചു? സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ബാങ്കിങ് ഇൻ ഇന്ത്യ ബിക്കം ടു ഗ്രോ വെരി റാപ്പിഡ്ലി. ഓക്കെ, സോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ ബാങ്കിങ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ശരിക്ക് വ്യാപിക്കാൻ തുടങ്ങി. നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്തില് നല്ല ഒരു ഉയർച്ച കൈവരിക്കാൻ തുടങ്ങി. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1955 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ രാജ്യത്തെ ആളുകളുടെ ഫിനാൻഷ്യൽ നീഡൊക്കെ ഒരു പരിധി വരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് SBIക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾക്ക് ഈ ബാങ്കിങ്ങിനുള്ള ഫ്രീഡം ഇൻക്രീസ് ചെയ്ത് 1955 നമുക്ക് RBI, SBI എന്ന് പറയുന്ന ഒരു ബാങ്കിന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. The government of India nationalized the 20 large commercial bank to give boost to the economy and thus speed up the rate of economic development. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ കൊമേഴ്സും ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ആരാണ്? ബാങ്കിങ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 20 ലാർജ് കൊമേഴ്സ്യൽ ബാങ്കുകളെ ബൂസ്റ്റ് ചെയ്യുകയും അതുവഴി നമ്മളുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിൽ മാറ്റം വരുത്തുകയുമാണ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. Then nationalization of bank has changed the entire concept of banking industry in India. അപ്പം ബാങ്കുകളെ നാഷണലൈസ്ഡ് ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ബാങ്കിന്റെ സിസ്റ്റത്തിനെ മാറ്റിക്കളഞ്ഞു. ഓക്കെ, ബാങ്കുകൾക്ക് ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്യാപിറ്റൽ ഫോർമേഷൻ, ആൾക്കാരോട് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് ഒരു പലിശ തരുന്ന സംവിധാനം അല്ലെ. Then they can also facilitate industrial and commercial development by providing finance under attractive scheme. അപ്പൊ അതേപോലെ തന്നെ അവർക്ക് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പങ്കെടുക്കാനായിട്ട് ഡിഫറെന്റ് അട്രാക്റ്റീവ് സ്കീം വഴി പങ്കെടുക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്കുകൾ. അപ്പൊ നമ്മൾ ഇത്രയും പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ എന്താ? ബാങ്ക് എന്ന് പറയുന്നത് കൊമേഴ്സും ഇൻഡസ്ട്രിയിലും ഒക്കെ നമുക്ക് കുറെ ഒരു ഡെവലപ്മെന്റ് തന്ന ഒരു സെക്ടറാണ്. ഓക്കെ, ഇനി ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകളുണ്ട്? കൊമേഴ്സ്യൽ ബാങ്ക് ഉണ്ട്, സേവിങ്സ് ബാങ്ക് ഉണ്ട്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകളുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ബാങ്ക് ഉണ്ട്, എക്സ്ചേഞ്ച് ബാങ്ക് ഉണ്ട്, മിക്സ്ഡ് ബാങ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറെ ബാങ്കുകൾ കേട്ടിട്ടുണ്ട് അല്ലെ. സേവിങ്സ് ബാങ്ക് കേട്ടിട്ടുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് കേട്ടിട്ടുണ്ട്, ദെൻ ഇൻഡസ്ട്രിയൽ ബാങ്കുകൾ കേട്ടിട്ടുണ്ട്. കുറച്ചൊന്നും കേറിയിട്ടില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യൻ വരുമ്പോ ഇവർ എന്താണ് ഇവരുടെ ജോലി എന്നൊന്ന് അറിഞ്ഞാൽ മതി. നമ്മൾ കൂടുതലായിട്ട് ഒന്നും അറിയേണ്ട കാര്യമില്ല. സോ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കൊമേഴ്സ്യൽ ബാങ്കിനെ പറ്റിയാണ്. ഇതൊന്നും നിങ്ങൾ രണ്ടാമത് പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഈ ഒരു ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ബേസിക് കൺസെപ്റ്റ് ഓരോ ബാങ്കുകളെ പറ്റിയും കിട്ടും.
ഇത്ര മാത്രമേ ചോദ്യത്തിൽ വരുള്ളൂ. അല്ലാണ്ട് ഇത് പഠിക്കാണ്ട് പോകുന്ന ആൾക്കാണ് ചോദ്യം കാണുമ്പോൾ വായിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം വരും. നമ്മൾ ഇതിങ്ങനെ വായിച്ചു പോയാൽ മാത്രം മതി. സോ കൊമേഴ്സ്യൽ ബാങ്കിനെ പറ്റിയിട്ടാ പറയുന്നത്. എ ബാങ്ക് which accepts demand deposit, okay, and allows withdrawal of money by check or by any other means as a commercial bank. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പൈസ ചെക്ക് വഴിയോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിന്റെ വേറെ ഏതെങ്കിലും ഒരു മീൻസ് യൂസ് ചെയ്തുകൊണ്ടോ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരം ബാങ്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് വിളിക്കുക. However, nowadays a commercial bank can also perform other functions. അതായത് ഒരു ട്രേഡിന് വേണ്ടുന്ന ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാം, ഇൻഡസ്ട്രി, കൊമേഴ്സ്, ട്രാൻസ്ഫറിങ് മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പം കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഒരേ ഒരു ജോലി പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ട്രേഡിങ് ചെയ്യുക, ഇൻഡസ്ട്രി, കൊമേഴ്സ്, അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പൈസ അയക്കുന്നത് വരെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കിന് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് ഓരോ ഫംഗ്ഷനും നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫംഗ്ഷൻ ഓർ സർവീസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ എന്താണ്? ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സർവീസ് ടു ഡെപ്പോസിറ്റർ, സർവീസ് ബൈ വേ ഓഫ് ലോൺ, ഓവർ ഡ്രാഫ്റ്റ്, ക്രാഷ് ക്രെഡിറ്റ്, ലോൺ, ഡിസ്കൗണ്ട് ഓഫ് ബില്ല്, മിസലേനിയസ് സർവീസസ്. ഇത്രയാണ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ സർവീസ് ടു ഡെപ്പോസിറ്റർ, രണ്ടാമത് സർവീസ് ബൈ വേ ഓഫ് ലോൺ, ആൻഡ് ലാസ്റ്റ് വൺ മിസലേനിയസ് സർവീസ്. ഇത്രയുമാണ് ഒരു കൊമേഴ്സ്യൽ ബാങ്കിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ സർവീസ് ടു ഡെപ്പോസിറ്റർ എന്താണ്? അതായത് ബാങ്കിന് ഒരു ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള ഒരു മണി അത് എന്ത് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ സാധിക്കും വിത്ത് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണം. നമ്മൾ പറഞ്ഞത് ചില സമയം നമ്മുടെ 1,00,000 രൂപയാണെങ്കിൽ ബാങ്കുകാർ പറയും ഇത് ഞങ്ങളുടെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തോളൂ, എല്ലാ മാസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് തന്നോളാന്ന് പറയും, അല്ലെ? അങ്ങനെ നമ്മൾ കാണാറുണ്ട്. അതാണ് ഈ പറയുന്നത്. ബാങ്ക് പ്രൊവൈഡ് മീൻസ് ഫോർ സേവിങ് മണി, ദാറ്റ് ഇസ് ബൈ അക്സെപ്റ്റിംഗ് മണി ഓൺ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ് അക്കൗണ്ട് ഓൺ വിച്ച് റീസണബിൾ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ്. അവർക്ക് വേണ്ടുന്ന ഒരു പലിശ കൊടുത്തുകൊണ്ട് ഈ പൈസ എന്ത് ചെയ്യും? ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് അവരുടെ കസ്റ്റമേഴ്സിന് വേറെയും കുറച്ച് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെയാണ്? അവർക്ക് ഈ ചെക്ക് കളക്ട് ചെയ്യാം, ഡ്രാഫ്റ്റ് ഡിമാൻഡ് ചെയ്യാം, ബില്ലുകൾ എക്സ്ചേഞ്ച് ചെയ്തതിന്റെ ബില്ലുകൾ ചോദിക്കാം, ഫോറിൻ അല്ലെങ്കിൽ ലോക്കൽ ബില്ലുകൾ ഉൾപ്പെടെ അവരുടെ ഡെപ്പോസിറ്ററിന്റെ ഒരു പവറോട് കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും. അപ്പം കളക്ട് ദ എമൗണ്ട് ഓഫ് ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, hundis, local and foreign bills on behalf of the depositors. They can also offer ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ്. അതായത് ഇപ്പൊ ബാങ്കിൽ ഒരു കാര്യത്തിന് ചെല്ലുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് കിട്ടും. എന്തിനൊക്കെയാണ് ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് കിട്ടുക? ഫോറിൻ മണി നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുമ്പോൾ അവിടെ കുറച്ചൊരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. പക്ഷെ ഓൾറെഡി അവിടെ അക്കൗണ്ട് ഉണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെ? പൈസ ഒന്നും അധികം അടയ്ക്കേണ്ടി വരില്ല. ഇനി ഞാൻ അവിടെ ഹുണ്ടീസ് എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടോ നിങ്ങള്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ഹുണ്ടീസ്. ഹുണ്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അത് യൂസ് ചെയ്തിട്ടായിരിക്കും കൂടുതലായിട്ട് ട്രേഡും ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ഒക്കെ നമ്മൾ പഴയ കാലത്ത് നടത്തുന്നത് ഹുണ്ടി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഒരു കോൺട്രാക്ട് പോലെ ഒരു പേയ്മെന്റ് നടത്തി എന്നുള്ളതിന്റെ ഒരു കോൺട്രാക്ട് പോലെ നമ്മൾ ചെയ്യുന്ന സാധനമാണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഹുണ്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ദേ ഓൾസോ പേ ഇൻഷുറൻസ് പ്രീമിയം, സബ്സ്ക്രിപ്ഷൻ ആൻഡ് ടാക്സസ് ഓൺ ബിഹാഫ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് ഇഫ് സോ ഡിസൈഡ്. അതായത് അവര് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ സഹായിക്കുന്നു, സബ്സ്ക്രിപ്ഷനും ടാക്സും ഒക്കെ അവരുടെ ഡെപ്പോസിറ്ററുടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്ക്രിപ്ഷൻ ആൻഡ് ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് ദ ഡെപ്പോസിറ്റ്. അവരുടെ ഡെപ്പോസിറ്റർ അവിടെ ഇല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഡെപ്പോസിറ്ററെ കൊണ്ട് ബാങ്കിന് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പൈസ വാങ്ങിയിട്ട് അവരെന്താണ് ചെയ്യുന്നത്? അവിടെ ലെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ പൈസ കൊടുക്കും. എന്നിട്ട് അവരുടെ അടുത്ത് 2,000 രൂപ നമ്മൾ പലിശയും മേടിച്ചിട്ട് 1,000 രൂപ നമ്മൾക്ക് തരും. 1,000 രൂപ നമ്മുടെ ബാങ്ക് എടുക്കും.
ഇതാണ് ഫസ്റ്റ് വൺ, സർവീസ് ടു ഡെപ്പോസിറ്റർ. അപ്പൊ നമ്മൾ ഒരു ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രാജാവാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം. അടുത്തത് സർവീസ് ബൈ ദ വേ ഓഫ് ലോൺ. ഓക്കെ, സർവീസ് ബൈ ദ വേ ഓഫ്. ചേച്ചി ഒരു മിനിറ്റ്, ആ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടാ? കാണുന്നില്ലേ? ഇല്ല. പിള്ളേരെ വേറെ ആർക്കെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നില്ല. കഴിഞ്ഞ പോർഷന്റെ സ്ക്രീൻ കിടക്കുന്നത്. എന്തോ കഴിഞ്ഞ പോർഷന്റെ സ്ക്രീൻ കിടക്കുന്ന പ്രൈസ് കൺട്രോളിന്റെ. അയ്യോ മക്കളെ, നിങ്ങൾ പറയണ്ട ഇപ്പോഴോ? ചേടാ, അപ്പൊ നിങ്ങക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലിയർ, നിങ്ങൾക്ക് സ്ലൈഡ് ഇല്ലാണ്ടാണോ നിങ്ങൾ കേട്ടോണ്ടിരുന്നത്? എടുക്കല് ആർക്കും കാണുന്നുണ്ടായിരുന്നില്ല? ഇപ്പൊ വന്നു. ഇപ്പൊ വന്നുവാ? ഷടാ, ഒന്നുമില്ല, ഞാൻ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് സെന്റൻസ് ആയിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടാ, ഞാൻ അതല്ലേ നിങ്ങൾക്ക് 2-3 പേര് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവർക്ക് ഇത് കേട്ടിട്ട് മനസ്സിലാവുന്നില്ലേ എന്താണാവോ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ, പറഞ്ഞ കാര്യം തന്നെയാ. ഓക്കെ, ഇനി സർവീസ് ബൈ വേ ഓഫ് ലോൺ പറഞ്ഞുതരാവേ. പിന്നെ അത് നോക്കിക്കേ, നമ്മൾ പറഞ്ഞ കാര്യം ഇതാ. ഒരു ഡെപ്പോസിറ്ററെ എങ്ങനെയായിരിക്കും ബാങ്ക് ട്രീറ്റ് ചെയ്യുക, അവർക്ക് കിട്ടുന്ന സർവീസ് എന്തൊക്കെയായിരിക്കും എന്നാ പറയുന്നത്. ഡെപ്പോസിറ്ററെ എങ്ങനെയായിരിക്കും ബാങ്ക് ട്രീറ്റ് ചെയ്യുക? രാജാവിനെ പോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് സർവീസ് ബൈ ദ വേ ഓഫ് ലോൺ. ഓക്കെ, എന്താ നമ്മൾ പറയുന്നത്? സർവീസ് ബൈ ദ വേ ഓഫ് ലോൺസ്. So, commercial bank, it will lend money to their customers in the following ways. Okay, so ഒരു കൊമേഴ്സ്യൽ ബാങ്ക് അവിടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒന്ന് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ലോണ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഇത്രയുമാണ് വേർഡ് ഉള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. ഇതൊക്കെ പ്രധാനപ്പെട്ട DSBMന്റെ പോയിന്റുകളാണ് ഈ ചാപ്റ്റർ ഒക്കെ. ഇവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾ സ്കോർ ചെയ്യാൻ എളുപ്പം. മറ്റേതൊക്കെ എല്ലാ പിള്ളേരും എഴുതുള്ളൂ. First one is overdraft. Overdraft എന്താ? Under the scheme, a customer is allowed to draw check even if there is no balance amount standing to the credit of his account. ഓക്കെ, അപ്പൊ ഓവർ ഡ്രാഫ്റ്റ്, ഡ്രാഫ്റ്റിന് മുകളിലായിട്ട്, അപ്പം അയാളുടെ അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ല എങ്കിലും കസ്റ്റമർക്ക് എന്ത് ചെയ്യാം? ഒരു ചെക്ക് ഡ്രോ ചെയ്യാനുള്ള അധികാരം ആര് കൊടുത്തിട്ടുണ്ട്? ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാ പെർമിറ്റിംഗ് ഹിം ടു ഓവർ ഡ്രോ ഓൺ ഹിസ് അക്കൗണ്ട്, അതായത് അയാളുടെ അക്കൗണ്ടില് അലൗ ചെയ്യാം, അയാളുടെ അക്കൗണ്ടിൽ റീച്ച് ചെയ്യാനായിട്ടുള്ള അനുവാദം അയാൾക്ക് കൊടുക്കുക. അതാണ് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് however fix a limit for the customers beyond which there can be no further overdrawing. അതായത് ഒരു എക്സാമ്പിൾ തന്നെ പറയാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ഒരു കസ്റ്റമർ 40,000 രൂപ അയാൾ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയാണ്. ബൈ അതായത് 40,000 രൂപ അയാൾക്ക് അക്കൗണ്ടിൽ സ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ എടുക്കാം, നിങ്ങളുടെ അക്കൗണ്ടിൽ ആകെ 40,000 രൂപയേ ഉള്ളൂ. പക്ഷെ അയാൾ ഇഷ്യൂ ചെയ്തത് 1,00,000 രൂപയുടെ ചെക്കാണ് അയാൾ ബാങ്കിലേക്ക് കൊടുത്തത്. ഇയാൾ പറയുകയാണ് അയാൾക്ക് ഓവർഡ്രോ വേണം, അത് 60,000 രൂപ അയാൾക്ക് കൂടുതലായിട്ട് വേണമെന്ന് ബാങ്കിനോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ ഇസ് റിക്വയർഡ് ടു പേ ഇൻട്രസ്റ്റ് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് ₹60,000 ഓൺ ഡെയിലി ബേസിസ്. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവിടെ ഓൾറെഡി ഡെപ്പോസിറ്റ് ഉള്ള ഒരാള്, ഓക്കെ, അയാൾക്ക് അവിടെ നിന്ന് ഒരു ചെക്ക് ഉപയോഗിച്ച് അയാളുടെ അക്കൗണ്ടിൽ 40,000 രൂപയേ ഉള്ളൂ, അയാൾക്ക് 1,00,000 രൂപ വേണം. 60,000 രൂപ കൂടുതലല്ലേ ചോദിക്കുന്നത്. അപ്പൊ ബാങ്കിന്റെ അടുത്ത് എന്നിട്ട് ഓൾറെഡി ഡെപ്പോസിറ്റർ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു മര്യാദയോടെ ബാങ്ക് എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. അപ്പൊ ബാങ്കിന്റെ മര്യാദ അനുസരിച്ച് ബാങ്ക് എന്ത് ചെയ്യുന്നു? അയാൾക്ക് 60,000 രൂപ കൊടുക്കുന്നു. പക്ഷേ എന്ത് സംഭവിക്കും? എല്ലാ ദിവസവും ഇൻട്രസ്റ്റ് ഡെയിലി ബേസിസ് എന്ത് ചെയ്യണം? ബാങ്കിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. A customer is allowed to draw checks even if there is no balance amount standing to the credit of his account. Okay. So bank എന്ത് ചെയ്യും? Bank will fix a limit for the customer beyond which there can no further overdrawing. അതായത് ഇപ്പം
ചിലപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം എന്നൊരു പരിധി വെച്ചിട്ടുണ്ടാവും ബാങ്ക്. അതിനപ്പുറത്തേക്ക് അയാൾക്ക് ഓവർ ഡ്രാഫ്റ്റ് ചെയ്യാനും സാധിക്കില്ല. ദ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഈസ് ഹവർ അലൗഡ് ഓൺലി അഗെയിൻസ്റ്റ് സം സെക്യൂരിറ്റി. ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ അയാൾക്ക് ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് വെറുതെ കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ അയാൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വീടിന്റെ ആധാരോ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി കൊടുത്തുകൊണ്ടായിരിക്കും ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇൻ സം കേസസ് പേഴ്സണൽ സെക്യൂരിറ്റി മതിയായിരിക്കും. നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ഡീലർ ആണെങ്കിൽ നമുക്ക് അയാളുടെ പേഴ്സണൽ ഹിസ്റ്ററി മതിയാവും. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് മനസ്സിലായല്ലോ. ഈ വേർഡുകൾ പ്രധാനമാണ്. അടുത്തത് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദിസ് സ്കീം എ ബാങ്ക് ഫിക്സസ് എ ലിമിറ്റ് അപ് ടു വിച്ച് എ കസ്റ്റമർ മേ ബോറോ മണി ഫ്രം ഇറ്റ് എഗെയിൻസ്റ്റ് സം സെക്യൂരിറ്റി. അപ്പൊ ക്യാഷ് ക്രെഡിറ്റ് നിങ്ങൾക്ക് അറിയാലോ, അതായത് ബാങ്കിൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് ബാങ്കിൽ നിന്ന് പണം വാങ്ങുന്നതിനെയാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ അണ്ടർ ദിസ് സ്കീം എ ബാങ്ക് ഫിക്സസ് എ ലിമിറ്റ് അപ് ടു വിച്ച് എ കസ്റ്റമർ മേ ബോറോ മണി ഫ്രം ഇറ്റ് എഗെയിൻസ്റ്റ് സം സെക്യൂരിറ്റി. അപ്പം അതിനും അപ്പുറം ആ ഒരു കസ്റ്റമർക്ക് എന്താ പറയാ, ഒരു സെക്യൂരിറ്റി നൽകിക്കൊണ്ട് അയാൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് പൈസ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്താ ഒന്ന് റെസ്പോണ്ട് ചെയ്ത ആരെങ്കിലും? എങ്ങനെയുണ്ട് ബാങ്കിങ്ങിന്റെ പഠിച്ചിട്ട്? പാടാണോ അതോ ഒന്നും മനസ്സിലാവുന്നില്ല? എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നു. വലിയ പാടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ, നിങ്ങളുടെ ചാനലില് ക്ലാസ് ഇട്ടതിനകത്ത് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് നമ്മുടെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് റീഷെഡ്യൂൾ ചെയ്യാമേ. അതായത് DSBM നിന്ന് ക്ലാസ് കേൾക്കാത്തോണ്ടായിരിക്കും. DSBMന്റെ നോട്ട്സിന്റെ അവിടെ കയറി വന്നിരിക്കുന്നത് ജൂൽസിന്റെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും വീഡിയോ ക്ലാസ് രണ്ടാമത് കണ്ടു നോക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്യാഷ് ക്രെഡിറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നു. കസ്റ്റമർക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി നൽകിക്കൊണ്ട് പൈസ ബാങ്കിൽ നിന്ന് കടം വാങ്ങാം. The cash credit account the customer is operated on a regular basis. Okay, റെഗുലർ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് he borrows money when he need it and he repays it when he is able to do so. Okay, so an interest is charged by the bank on the outstanding amount in the cash credit account. അതൊരു സെക്യൂരിറ്റി വെച്ചിട്ടായിരിക്കും അയാൾ കടം എടുത്തിട്ടുണ്ടാവുക. ഒരു റെഗുലർ ബേസിൽ നമ്മുടെ ബാങ്ക് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അയാൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലോൺ. ലോൺ നമുക്കറിയാലോ, ഒരു ബാങ്ക് കുറച്ച് സർട്ടൻ എമൗണ്ട് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ മോർട്ടേജ് ഒക്കെ നൽകിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോൺ എന്ന് പറയുന്നത്. പക്ഷെ ലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഗ്രാൻഡഡ് ഓൺ ലോങ് ടേം ബേസിസ്. ഒരുപാട് നാളത്തേക്കായിരിക്കും ലോൺ, നമ്മൾ ഇത്ര വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എടുക്കുക. സോ ലോൺ എന്ന് പറയുന്ന പ്രത്യേകത ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ മോർട്ടേജോ എല്ലാം നൽകിക്കൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് ലോൺ. ഓക്കെ, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. എന്താ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്? ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലിനകത്ത് പറയുന്നത് ദ ബാങ്ക്സ് എൻകാഷ് ദെയർ കസ്റ്റമേഴ്സ് ബിൽ ബിഫോർ ദേ ബിക്കം ഡ്യൂ ഫോർ പേയ്മെന്റ്. അതായത് അവരവരുടെ പേയ്മെന്റ് അടയ്ക്കാൻ ലാഗ് ആവുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് എന്ത് ചെയ്യുന്നു, they will encash their customers bill for the service the bank charges a nominal discount. അപ്പം ചില ബില്ലുകളിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ. ആ ഡിസ്കൗണ്ട് എന്ത് ചെയ്യും, അതായത് ഇപ്പം ചില സ്കീമിനകത്ത് ബാങ്കിനകത്ത് ഇപ്പം ഓൾറെഡി അവരുടെ ബില്ലിനകത്ത് കുറച്ച് പൈസ, ഓൾറെഡി അവരുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടെന്നിരിക്കട്ടെ.
അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ ചെക്കിന്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ടെന്ന് ഇരിക്കണ്ടേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ചെക്ക്, മണി ഓർഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു തരത്തിലുള്ള മണി അല്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ടാണ് അവരുടെ കയ്യിലുള്ളതെങ്കിൽ, ഇപ്പം മണി ഓർഡറോ ബോണ്ടോ ചെക്കോ ഒക്കെയാണ് അവരുടെ കയ്യിലുള്ളതെങ്കിൽ അതിനെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിസ്കൗണ്ടിങ് ബിൽ. അതേ നമ്മളിവിടെ പറഞ്ഞൊരു ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് അഡ്വാൻസ് ആയിട്ട് കസ്റ്റമർക്ക് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയോ മോർട്ടേജിന്റെയോ പുറത്ത് കൊടുക്കുന്നതാണ് ലോണ്. ലോൺ യൂഷ്വലി ഒരു ലോങ് ടേം ബേസിൽ കൊടുക്കുന്നതല്ല. അടുത്ത ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലാണ് പറയുന്നത്. ഇവിടെ ബാങ്ക് എന്ത് ചെയ്യും, അവരുടെ കസ്റ്റമേഴ്സിന് എൻക്യാഷ് ചെയ്ത് കൊടുക്കാൻ സഹായിക്കും അവരുടെ പേയ്മെന്റിന് മുമ്പായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാങ്ക് എന്ത് ചെയ്യും, ഒരു നോമിനൽ ഡിസ്കൗണ്ട് എടുക്കും. നെക്സ്റ്റ് വൺ ഇസ് മിസലേനിയസ് സർവീസ്. മിസലേനിയസ് സർവീസ് എന്താ, ഈ ലോണ്, ഡിസ്കൗണ്ടിങ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ് അല്ലാതെ കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. ഓക്കെ, അതായത് ഇൻ അഡീഷൻ ടു ദ എബവ് സർവീസ് എ ബാങ്ക് പ്രൊവൈഡ്സ് എ നമ്പർ ഓഫ് അതർ സർവീസ്. അതായത് ഒന്ന്, ഇറ്റ് ബൈസ് ആൻഡ് സെൽ ഷെയർ, ബോണ്ട്, ഡിബെഞ്ചർ ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അതായത് അവരുടെ ഷെയർ ഒക്കെ അവരുടെ കസ്റ്റമറുകളുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യാം, വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം ബാങ്കിന് നടത്താം. ഓക്കെ, ഇനി ഇറ്റ് അക്സെപ്റ്റ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് വാല്യുബിൾ ആർട്ടിക്കിൾസ്, അതായത് ജുവലറി, സെക്യൂരിറ്റി, ഷെയർ, അതുപോലെ മറ്റ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഒക്കെ ഒരു സേഫ് കീപ്പിംഗ് ആയിട്ട് ഒരു സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എ സ്ട്രോങ് റൂം പ്രൊവൈഡ്സ് എ large number of cupboards of different sizes called lockers for safe keeping of belonging of customers. ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ ചില സമയം ബാങ്കിലൊക്കെ ഈ പണയം വെക്കുന്നത് പോലും നമ്മൾ എന്തിനാണ്, അത് അവിടെ വളരെ സേഫ് ആയിട്ട് ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് അല്ലെ. ചില സമയത്ത് നമ്മൾ ലോക്കറിൽ വെക്കാനോ ആയിട്ട് ബാങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ മാസവും കുറച്ചൊരു എമൗണ്ട് ബാങ്കിൽ കൊടുക്കും, പക്ഷെ അത് അവിടെ വളരെ സേഫ് ആയിരിക്കും. നമ്മുടെ ആർട്ടിക്കിൾസ് അവിടെ സേഫ് ആയിട്ട് ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് കളക്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർ ബിലോങ്ങിങ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അപ്പൊ അതായത് ഇവരുടെ പൈസയും കൂടെ ചേർത്തിട്ടായിരിക്കും ചിലപ്പോൾ അവർ എവിടെയെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അവരെന്ത് ചെയ്യും, അവരുടെ കസ്റ്റമേഴ്സിന്റെ ഇടയിലും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. Then it makes regular payment of subscription, insurance premium, tax on behalf of its customers. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടാക്സ്, ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പേ ചെയ്യാനുള്ളത് ബാങ്കിന്റെ ചുമതലയിൽ പെടുന്ന കാര്യമാണ്. നെക്സ്റ്റ്, എ ബാങ്ക് അണ്ടർടേക്സ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ ബ്രാഞ്ച് ഫർദർ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, കാനറയോ SBIയോ പോലുള്ള ബാങ്ക് ആണെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് അതിനകത്തുള്ള ഒരു ഫലം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഒരു സ്ഥലം, അടുത്ത ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ബാങ്കിലേക്ക് പോയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് നടത്താൻ പറ്റും. Then it accept and pay bill of exchange in respect of imported goods and also purchases bills of exchange drawn by exporters on a foreign importer. So അതെന്ത് ചെയ്യും, ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, പേ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇമ്പോർട്ട് ആയിട്ടുള്ള ഗുഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫോറിൻ ഇമ്പോർട്ടഡ് ആയിക്കോട്ടെ, അവിടെയൊക്കെ എന്ത് ചെയ്യും, ഒരു എക്സ്ചേഞ്ചിനുള്ള സാധ്യതയും കൂടെ ബാങ്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. It helps people going or planning to go abroad by arranging for them foreign exchange അല്ലെങ്കിൽ travelers check. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ യൂഷ്വലി ഇപ്പൊ ഫോറിൻ മണി ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ബാങ്കിന് ഹെൽപ്പ് സീക്ക് ചെയ്യാറുണ്ട്. It provides assistance and also advise the customer in regard to investment and other financial matters. ഇവരെന്ത് ചെയ്യും, അസിസ്റ്റൻസ് നൽകും, അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ മാറ്റേഴ്സിലൊക്കെ ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് തന്നെ അറിയാം അല്ലെ, ബാങ്കിൽ നിന്ന് മിക്കവാറും നമുക്കൊരു ലോൺ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ബാങ്കിനെ വിളിച്ചാൽ മതി. അടുത്തത് സേവിങ്സ് ബാങ്ക് എന്താണെന്നാ പറയുന്നത്. സോ ഈ ഇൻഡിപെൻഡൻസിന്റെ മുമ്പ് വരെ സേവിങ്സ് ബാങ്ക് ഒന്നും നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. There is no independent savings bank in India.
സോ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്ക് എന്നൊക്കെ പറയുന്നത് ഒരു സെപ്പറേറ്റ് അറേഞ്ച്മെന്റ് ആണെന്നാ പറയുന്നത്. അത് ഇപ്പം പീപ്പിളുടെ അത് ആളുകളുടെ പൈസ സേവ് ചെയ്ത് വെക്കുവാനായിട്ടുള്ള ഇപ്പൊ പോസ്റ്റൽ സേവിങ്സ് ബാങ്ക്, സേവിങ് ബാങ്ക് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ സേവിങ്സ് ആയിട്ട് വെക്കും. വെയിറ്റ് ചെയ്യണേ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ സേവിങ്സിനെ പറ്റിയിട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. സോ മെയിൻലി സേവിങ്സ് ബാങ്കിന്റെ എയിം എന്താ? ആൾക്കാർ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ഡയറക്ടർ ജോഷിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് രൂപ, 1,00,000 രൂപയ്ക്ക് മുകളിൽ കളവ് പോയി എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ അവിടെ കളവ്, മോഷണം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആൾക്കാർ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, അത് സേഫ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ആ പൈസ ഫ്യൂച്ചറിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കും. അതാണ് മെയിൻലി സേവിങ്സ് ബാങ്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഫ്യൂച്ചർ നീഡിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ആൾക്കാരെ സേവിങ് എന്നുള്ളൊരു ഹാബിറ്റ് എൻകറേജ് ചെയ്യുക, ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കരുതി വെക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻട്രൊഡ്യൂസ് നമ്പർ ഓഫ് അട്രാക്റ്റീവ് സ്കീംസ് സോ ആസ് ടു എൻകറേജ് പീപ്പിൾ ടു സേവ് മണി. അതായത് കുറെ പുതിയ സ്കീമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കട്ടെ. അപ്പൊ ആൾക്കാരിപ്പം നിങ്ങൾ 1,00,000 രൂപ ഇട്ടാൽ നിങ്ങൾക്ക് ബാക്കി ബാങ്കുകളെക്കാളും ഇത്ര ശതമാനം കൂടുതൽ പലിശ തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും അട്രാക്റ്റീവ് ആയിട്ട് ആ ബാങ്കിൽ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് പറയുന്നത്. ദെൻ the savings bank have a one-point program, namely to mobilize people's savings and invest them in profitable business. ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റില് നമ്മുടെ കയ്യിൽ അറിയാവുന്ന ആളുകളുടെ സേവിങ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 1-point പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബാങ്കിനെ, സേവിങ്സ് ബാങ്കിനെ കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്. Then the profit earned on that is utilized to pay interest on the savings of its customers. Okay, അതായത് the profit earned on that is utilized to pay interest on the savings of its customers. Okay, അപ്പൊ ആ ഒരു കസ്റ്റമേഴ്സിന്റെ സേവിങ്സിനകത്ത് കിടക്കുന്ന പൈസ ഉണ്ടല്ലോ, അതിന്റെ അകത്ത് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താനായിട്ട് സേവിങ്സ് ബാങ്ക് ശ്രമിക്കാറുണ്ട്. ആൻഡ് ദീസ് ബാങ്ക്സ് ഡു നോട്ട് അണ്ടർടേക്ക് അതർ ഫങ്ഷൻസ് യൂഷ്വലി പെർഫോംഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്. സേവിങ്സ് ബാങ്കുകൾ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്കുകളെ പോലെ അല്ല. ഓക്കെ, ദെൻ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകളെയാണ് നമ്മൾ മോർട്ട്ഗേജ് ബാങ്ക് എന്ന് പറയുന്നത്. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്. ഓക്കെ, സോ ഈ ബാങ്കുകളുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ നമ്മള്
ഭൂപണയ ബാങ്ക് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ലാൻഡ് ഡെവലപ്മെന്റ്. അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് ക്രെഡിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഫാമേഴ്സിനൊക്കെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് റീസണബിൾ റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ആളുകൾക്ക് ലോൺ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിന് നമ്മൾ ആശ്രയിക്കുന്നത്. ഓക്കെ, സോ ദ റിക്കവറി ഓഫ് ലോൺ ഈസ് മെയ്ഡ് ഇൻ ഈസി ഇൻസ്റ്റാൾമെന്റ്. അതായത് ഒരുപാട് വർഷത്തേക്ക് കുറച്ച് രൂപ കൊടുത്തുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അടച്ചു തീർത്താൽ മതി. അതാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, അപ്പം ഇൻഡിപെൻഡൻസിന് മുമ്പേ ഇത്തരം ബാങ്കുകൾ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ആന്ധ്രാപ്രദേശോ തമിഴ്നാട് കർണാടക ഗുജറാത്ത് പോലെയുള്ള അപ്പുറമുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളൂ, കേരളത്തിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനി അടുത്ത കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കറിയാലോ, വേർഡിൽ നിന്ന് തന്നെ കിട്ടും. അവരുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. സോ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദീസ് ബാങ്ക് കളക്ട് ദെയർ ക്യാപിറ്റൽ ബൈ സെല്ലിംഗ് ഷെയർസ് ടു ദ പബ്ലിക്. എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും ഫ്രം ദെയർ മെമ്പേഴ്സ് ആൻഡ് അതേഴ്സ്. ഓക്കെ, they also receive loans and grant from ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, സോ ഇവർ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ലോണും ഗ്രാന്റുകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് തന്നെ കുറച്ച് ലെവലുകൾ പറയുന്നുണ്ട്. ഒന്ന് ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, രണ്ട് ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത്രയുമാണ് ഉള്ളത്. ഏറ്റവും ആദ്യം പറയുന്നത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആരാണ്, അവരുടെ ജോലി എന്താണ് എന്നാണ്. ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി വില്ലേജ് ലെവലിൽ ഓപ്പൺ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ അത് എവിടെയാ, ഡിസ്ട്രിക്ട് ലെവലിലാണ്. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആവുമ്പോഴോ അത് സ്റ്റേറ്റ് ലെവലിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം വില്ലേജ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആ ലെവലിലാണ് പ്രൈമറി സെൻട്രലും സ്റ്റേറ്റ് മുമ്പോട്ട് പോകുന്നത്. ആൻഡ് ദീസ് ബാങ്ക് പ്രൊവൈഡ് ഷോർട്ട് ടേം ഫിനാൻസ് ടു ഫാർമർ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾക്ക്. ഓക്കെ, യൂണിറ്റുകൾക്കും അതേപോലെ ഫാർമേഴ്സിനും ഒക്കെ ഫിനാൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആരുടെ സഹായം തേടുന്നത്, കോപ്പറേറ്റീവ് ബാങ്കുകളുടെ സഹായം തേടുന്നത്. ഓക്കെ, ദ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഫാർമേഴ്സിന് ലോൺ കൊടുക്കുന്നു. അതേപോലെ അവരുടെ അടുത്ത് കൃത്യമായിട്ടൊരു എമൗണ്ട് ഇല്ലെങ്കിൽ അവരെവിടെ നിന്ന് കടമെടുക്കും, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണെങ്കിൽ ഇവർക്ക് കൊടുക്കും. ഇനി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്താ ചെയ്യുക, ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ എന്താണോ അതേപോലെ തന്നെ ആക്ട് ചെയ്യും. Then their capital consists of their own share capital, deposit, അവരുടെ മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പൈസ, ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിനുള്ള ലോണ്, അത്തരം സാധനങ്ങളൊക്കെയാണ് കോപ്പറേറ്റീവ് ബാങ്ക് മുമ്പിൽ നിർത്തി കളിക്കുന്നത്. ഓക്കെ, ദെൻ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാവ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നോക്കിക്കേ, they have their own headquarters. കണ്ടോ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, സ്റ്റേറ്റ് ലെവലിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓരോ റെസ്പെക്റ്റീവ് സ്റ്റേറ്റിലും ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. അതേപോലെ അവരാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് ബാങ്കുകളെ മാനേജ് ചെയ്യുന്നത്. ആൻഡ് ദ ക്യാപിറ്റൽ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് their own share capital, loan from Reserve Bank of India, then deposit and loan received from the members and other individuals and institutions. Okay, അപ്പം അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഷെയർ ക്യാപിറ്റല്, അവരുടെ ലോണ്, ഡെപ്പോസിറ്റ്, ഇതെല്ലാം കൂടെയാണ് കോപ്പറേറ്റീവ് ബാങ്കിന്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലുള്ള ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so next one is industrial bank. Okay, ഇൻഡസ്ട്രിയൽ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ബാങ്ക് എന്ത് ചെയ്യും, മീഡിയം അല്ലെങ്കിൽ ലോങ് ടേം ലോണുകളെ കൊടുക്കും. ഇപ്പം ഇൻഡസ്ട്രിയൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്നാണ് എടുക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനു വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ കൊടുക്കുക. ഏറ്റവും ആദ്യത്താണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെന്റ്, നാഷണൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും അവരുടെ തന്നെ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യും, ക്രെഡിറ്റ് റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ കൺസേൺസ് അവരവരുടെ സ്റ്റേറ്റിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ റെസ്പെക്റ്റീവ്
സ്റ്റേറ്റിലും അവര് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ടാക്കിയിട്ടുണ്ട്. The institutions like Life Insurance Corporation and Unit Trust of India also provide the finance to industrial concerns. അപ്പം ഒന്നുമില്ല, ഇൻഡസ്ട്രിയൽ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കടം കൊടുക്കുന്നവരാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിലുള്ളത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ പർപ്പസ്. അടുത്ത ബാങ്കാണ് എക്സ്ചേഞ്ച് ബാങ്ക്. പേര് നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ എക്സ്ചേഞ്ച് ബാങ്ക്? ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ മണിയിലുള്ള ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യുന്ന ബാങ്കുകാരാണ്. ഇപ്പം എന്താണ് വെസ്റ്റേൺ യൂണിയൻ മണി എക്സ്ചേഞ്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ അത്തരം എക്സ്ചേഞ്ച് ബാങ്കുകൾ എന്താ ചെയ്യാ? മണി ട്രാൻസ്ഫർ. ഓക്കെ, അതേപോലെ ഇമ്പോർട്ട് ചെയ്യാനും ട്രേഡ് എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇവർക്ക് റോൾ ഉണ്ട്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ദേ ഹെൽപ് ടു ട്രാൻസ്ഫർ ഫോറിൻ എക്സ്ചേഞ്ച്, ഒരു ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ടാക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ഇൻസ്ട്രുമെന്റ്, ഈ മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ആയുധമാണ്. ട്രാൻസ്ഫർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് യൂഷ്വലി ടെലിഗ്രാഫിക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലുള്ള അവരുടെ ബാങ്കിന്റെ ഒരു ഇൻസ്ട്രക്ട് ആയിട്ടോ ഒക്കെ ആക്ട് ചെയ്യാം. Then they perform the hedging function where exchange risk are involved. അപ്പൊ അവര് യൂഷ്വലി എക്സ്ചേഞ്ച് ഒക്കെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ സഹായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ എക്സ്ചേഞ്ച് റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഹെഡ്ജിങ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ അവര് മുന്നിലേക്ക് വരാറുണ്ട്. അതേപോലെ ഒരു കറൻസിയെ പ്രത്യേകിച്ച് വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ മറ്റൊരു യൂസ്ഫുൾ കൺവേർഷൻ ആയിട്ട് നടത്താനും ഇവര് എക്സ്ചേഞ്ച് ബാങ്കുകൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. Then they also provide finance to domestic trade and perform several other functions associated with the commercial bank. അതായത് ഡൊമസ്റ്റിക് ട്രേഡും അതേപോലെയുള്ള ഒരുപാട് ഫങ്ഷൻസും കൊമേഴ്സ്യൽ ബാങ്കുകാരുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ ഇവന്മാരുണ്ടല്ലോ എക്സ്ചേഞ്ച് ബാങ്കുകാര് ചെയ്യാറുണ്ട്. ദെൻ ക്രെഡിറ്റ് കൊടുക്കുക, അത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ഡിസ്കൗണ്ടിങ് നൽകിക്കൊണ്ട് ക്രെഡിറ്റുകൾ കൊടുക്കുക. അപ്പൊ അവർക്ക് അവരുടെ ഇമ്പോർട്ടറെ ഒക്കെ പിടിച്ചു നിർത്താൻ സാധിക്കും, സാധനങ്ങൾ കൈവശം വയ്ക്കാൻ സാധിക്കും, അത് വിൽക്കാൻ സാധിക്കും. അതേപോലെ കൃത്യമായിട്ടുള്ള ഡ്യൂ ഡേറ്റിനുള്ളിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? പേ ചെയ്ത് ആ ഒരു പൊസിഷൻ റിസീവ് ചെയ്യാൻ പറ്റും. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചസ് നോർമലി ഫോർ, അതൊന്ന് നോട്ട് ചെയ്തോണേ. ബിൽ ഓഫ് എക്സ്ചേഞ്ചസ് നോർമലി ഫോർ എ പീരീഡ് ഓഫ് എത്ര മന്ത് ആണ്? Usually for a period of 3 months. Okay. Next one is mixed bank. Mixed bank എന്താ? ഒരു മിക്സ്ചർ ഓഫ് ബാങ്കുകൾ അല്ലെ, കൊമേഴ്സ്യലും ഇൻഡസ്ട്രിയൽ ബാങ്കിനെയും ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ മിക്സ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ എയിം എന്ന് പറയുന്നത്, എയിം ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ഫിനാൻസ്. കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒരു ഫിനാൻസ് ആയിരിക്കും മിക്സ്ഡ് ബാങ്ക് നമുക്ക് തരുന്നത്. ഷോർട്ട് ടേം ആണ് കേട്ടോ, ഷോർട്ട് ടേം ഫിനാൻസ്. പക്ഷെ ഇൻഡസ്ട്രിയൽ ബാങ്ക് നമുക്ക് എന്താ തരിക? ലോങ് ടേം ഫിനാൻസ് ആണ് തരിക. സോ മിക്സ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാകും. മിക്സ്ഡ് ബാങ്കിനകത്ത് ഇൻഡസ്ട്രിയൽ ബാങ്കും കൊമേഴ്സ്യൽ ബാങ്കും ആണ് വരുന്നത്. അതുകൊണ്ട് ഷോർട്ട് ടേം ലോങ് ടേം ഫിനാൻസ് നമുക്ക് പറ്റും. ഓക്കെ, അടുത്തത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ EXIM എന്ന് പറയും. ഇത് ജനുവരി 1982 ഫസ്റ്റ് ജനുവരിയിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ഫിനാൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു പ്രൊമോട്ട് ദർ കൺട്രീസ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. എക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സിം എന്ന് പറഞ്ഞാൽ ജനുവരി 1, 2082 ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസിനെ പ്രൊമോട്ട് ചെയ്യാം. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? First one, to act as a primary office for coordinating the activities of various institutions engaged in financing international trade. അതായത്
ഈ ട്രേഡിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടാവും. ഇവരെ തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുക, അതാണ് മെയിൻ ഒരു ഫംഗ്ഷൻ. രണ്ട്, ഗ്യാരണ്ടീസ്, അതായത് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഗ്യാരണ്ടികളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതേപോലെ ഫിനാൻസിലും റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസിലും കൊമേഴ്സ്യൽ ബാങ്കുകാരെ സഹായിക്കുക. ഇതാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി നമുക്കുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അതും രാവിലെ എടുക്കാം. ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് പറയുന്നത്, അതും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഏരിയ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? ബാങ്കിങ് ആൻഡ് ഫിനാൻസിന്റെ പകുതി വരെ നാളെ രാവിലെ കൊണ്ടിരുന്ന ബാങ്കിങ് ആൻഡ് ഫിനാൻസ് തീരും. ഒന്നുമില്ല, പലതരത്തിലുള്ള ബാങ്കുകാര് അവർ എന്തൊക്കെ എന്ത് ടൈപ്പ് ഓഫ് ലോൺ ആണ് നമുക്ക് തരുന്നത്, എന്താണ് ഓരോ ബാങ്കിന്റെയും പ്രത്യേകത, എന്തായിരുന്നു സീലിംഗ് മണി അല്ലെ, എന്തായിരുന്നു ആവറേജ് പ്രൈസ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്യാഷ് ക്രെഡിറ്റ് എന്താണ്, ലോണുകൾ എന്താണ്, ലോങ് ടേം ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ, മിക്സ്ഡ് ബാങ്കുകൾ എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കിനി ഒരു പോർഷനും കൂടി ഉണ്ട്, സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്. അപ്പോ അതിന്റെ ഫസ്റ്റ് പോർഷൻ ഞാൻ ഇപ്പൊ എടുക്കണോ? നിങ്ങൾക്ക് മടുത്തോ? ഒന്ന് പറഞ്ഞേ. കുറച്ചും കൂടെ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞുതരാം, നോക്കട്ടെ അതിന്റെ സ്ലൈഡ് കിടപ്പുണ്ടെങ്കിൽ ഞാൻ എന്താ. ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബാങ്കിങ് ആൻഡ് ഫിനാൻസിന്റെ സ്ലൈഡ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ സെയിൽസ്മാൻഷിപ്പിന്റെ ആൽബം കൂടെ നോക്കിയാലോ? അപ്പൊ നാളെ ബാക്കി അത് രണ്ടും തീർക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യല്ലേ? സ്ലൈഡ് കാണാവോ പിള്ളേരെ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാവോ? ഓക്കെ, സോ സെയിൽസ് പ്രൊമോഷൻ ആണ് നമ്മൾ പറയുന്നത്. കാണാവോ? സ്ലൈഡ് കാണാവോ? കാണാം. കാണാമല്ലോ അല്ലെ? അഞ്ജനേക ഗ്രൂപ്പിൽ നിന്ന് പോയി, ക്ലാസ്സിൽ നിന്ന് പോയി തോന്നുന്നു, ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെയിൽസ് പ്രൊമോഷൻ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസിന്റെ മെയിൻ ഉദ്ദേശം എന്താ? സെയിൽസ് കൂട്ടുക, കച്ചവടം കൂട്ടുക എന്നുള്ളതല്ലേ? അപ്പൊ അത് തന്നെയാണ് സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ എയിം ഓഫ് എനി ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? പരമാവധി ലാഭം ഉണ്ടാക്കുക, അതുവഴി പോസിബിൾ ഓൺലി ത്രൂ മാക്സിമം സെയിൽസ് അല്ലെ? സോ എനി ബിസിനസ്, ഏത് ബിസിനസ് ആയിക്കോട്ടെ, ലാഭം, നല്ല ലാഭം കൊയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കച്ചവടം നടക്കണം. ദ മാക്സിമം സെയിൽ can be achieved by using various techniques of sales promotion. ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സെല്ലിംഗ്, ഒരു പേഴ്സണൽ സെല്ലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റോ പബ്ലിസിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ പർച്ചേസ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുക, ദെൻ വിൻഡോ ഡിസ്പ്ലേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽസ് കൂട്ടാനായിട്ട് സാധിക്കും. ഇനി സെയിൽസ് പ്രൊമോഷന്റെ ഒബ്ജക്റ്റീവ്സ് ആ നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം, ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ്, പുതുതായിട്ട് പ്രോഡക്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക.
പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ to attract new customers, to maintain old customers, to improve public image of the firm. അപ്പം പുതിയതായിട്ട് പ്രോഡക്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, രണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക, ദെൻ ഓൾഡ് കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, പബ്ലിക് ഇമേജ് ആ ഫേമിന്റെ പബ്ലിക് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ബ്രാൻഡ് നെയിം ആണെങ്കിൽ ആ ബ്രാൻഡ് നെയിമിനെ പോപ്പുലറൈസ് ചെയ്യുക, ടു അസിസ്റ്റ് സെയിൽസ്മാനെയും ഡീലറിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുക, ദെൻ കസ്റ്റമേഴ്സിനെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുക. ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് യൂഷ്വലി ഒരു സെയിൽസ് പ്രൊമോഷന്റെ ഒബ്ജക്റ്റീവുകൾ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അല്ലെ. ഒരു പുതിയ സാധനം മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ആൾക്കാരെ ആകർഷിക്കാൻ, പഴയ കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ, പബ്ലിക്കിലുള്ള ആ ഒരു ബ്രാൻഡിന്റെ ഇമേജ് നിലനിർത്താൻ, ആ ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്, ഓക്കെ, ദെൻ ആളുകളെ കൂടുതലായിട്ട് ആ ഒരു സാധനം വാങ്ങാനായിട്ട്, അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് സെയിൽസ് പ്രൊമോഷന്. ഓക്കെ, ദെൻ ടെക്നിക്ക് നോക്കാലോ, എങ്ങനെയൊക്കെ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ചെയ്യാം. ഒന്ന്, ഫ്രീ ആയിട്ട് സാമ്പിൾ കൊടുക്കുക. രണ്ട്, ഓക്കെ, എങ്ങനെയൊക്കെ ടെക്നിക്കാ പറയുന്നത് കേട്ടോ. സോ ടെക്നിക് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ സാമ്പിളുകൾ കൊടുക്കുക, ട്രേഡിംഗ് സ്റ്റാമ്പ്, കൂപ്പൺ, പ്രീമിയം ഓർ ബോണസ് ഓഫർ, പ്രൈസ് കണ്ടസ്റ്റന്റ്, ഫെയർ ആൻഡ് എക്സിബിഷൻസ്. ഇതൊക്കെ ടെക്നിക്കുകളാണ് എങ്ങനെ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ചെയ്യാന്നാ പറയുന്നത്. ഏറ്റവും ആദ്യത്തെ പറഞ്ഞ ഫ്രീ സാമ്പിൾ. ഫ്രീ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഫിസിഷ്യൻ അടിച്ചാർട്ടൊക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ മേലെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടുന്ന് അവർ മരുന്നുകൾ തരും അല്ലെ, ഫ്രീ സാമ്പിൾസ് തരും. ഇത് ആരാ കൊടുക്കുന്നത്, കമ്പനിക്കാർക്ക് ഫിസിഷ്യന് കൊടുക്കുന്നതാ. ഒന്ന് പരീക്ഷണ അടിസ്ഥാനത്തിൽ അവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പം ഫ്രീ സാമ്പിൾസിനകത്ത് പറയുന്നത് മെനി ഫാർമസ്യൂട്ടിക്കൽ ഫേം അവരുടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ എന്ത് ചെയ്യും, ഫിസിഷ്യൻസിന്റെ അടുത്തേക്ക് വിടും. എന്നിട്ട് ആ സാമ്പിൾസിനെ പറ്റിയിട്ട്, ആ സാധനം എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്തത് എന്നൊക്കെ എന്ത് ചെയ്യും, അവരോട് വിശദമായിട്ട് ഡീറ്റെയിൽസ് പറയും. അപ്പൊ ഈ ഒരു ടെക്നിക്ക് ഓരോ പുതിയ പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാനും എന്താണ്, വളരെ ഉപകാരപ്രദമാണ്. പക്ഷെ ഇതൊരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം ഒരാൾക്ക് പൈസ കൊടുക്കണം, നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ പകുതിയോളം നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കേണ്ടി വരും അല്ലെ. സോ ഒരു എക്സ്പെൻസീവ് ടെക്നിക്കാണ്. വലിയ വലിയ ഇപ്പൊ സിപ്ലാർ ആൻഡ് ബാക്സി അല്ലെങ്കിൽ വലിയ വലിയ ബ്രാൻഡുകാരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് യൂസ് ചെയ്യുള്ളൂ. രണ്ടാമത് ട്രേഡിംഗ് സ്റ്റാമ്പുകൾ. ഓക്കെ, സോ ട്രേഡിംഗ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കസ്റ്റമേഴ്സിന് റീറ്റെയിലേഴ്സിന്റെ അടുത്തുകൂടെ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യുന്ന സമയം ഒരു പ്രപ്പോർഷൻ ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് ട്രേഡിംഗ് സ്റ്റാമ്പ്. സോ ട്രേഡിംഗ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു ദ കസ്റ്റമർ ത്രൂ റീറ്റെയിലേഴ്സ് ഇൻ പ്രപ്പോർഷൻ ടു ദ എമൗണ്ട് ഓഫ് പർച്ചേസ്. എത്രയാണോ അവർ വാങ്ങിയത്, ആ വാങ്ങിയതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർക്ക് ട്രേഡിംഗ് സ്റ്റാമ്പുകൾ കൊടുക്കും. സോ കസ്റ്റമർ എന്ത് ചെയ്യും, ഈ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യും. അതായത് ഇപ്പൊ അവർ ഒരു 2 സോപ്പ് വാങ്ങി ഒരു ബ്രാൻഡിന്റെ, അപ്പൊ അവർക്ക് ഒരു സ്റ്റാമ്പ് കിട്ടിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഈ സ്റ്റാമ്പുകൾ എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അവസാനം അയാൾക്ക് ഒരു ഫ്രീ പ്രോഡക്റ്റ് കിട്ടും. ഈ സ്റ്റാമ്പുകളെല്ലാം കൂടെ തിരിച്ചാ റേറ്റിലേക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ഫ്രീ പ്രോഡക്റ്റ് ആ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും. ആ റീറ്റെയിലർ എന്ത് ചെയ്യും, അത് ആ ഹോൾസെയിലർക്ക് ആ സ്റ്റാമ്പ് കൊടുത്തുകൊണ്ട് റീറ്റെയിലർക്ക് മാനുഫാക്ചർ അടുത്തുനിന്ന് സാധനം കളക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതൊരു നല്ല ടെക്നിക്കാണ്. കസ്റ്റമർ സാധനങ്ങൾ ഈ സ്റ്റാമ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വാങ്ങാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇപ്പൊ ആരാണോ സ്റ്റാമ്പ് കൊടുക്കുന്നത് അവരുടെ അടുത്ത് വാങ്ങാനായിട്ട് നോക്കും. അടുത്ത് കൂപ്പൺ. കൂപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൂപ്പൺ നമ്മൾ വാങ്ങുമ്പോൾ ആ കൂപ്പൺ നമുക്ക് എന്തെങ്കിലും കിട്ടും അല്ലെ. സോ കൂപ്പൺ ഇസ് എ സർട്ടിഫിക്കറ്റ് ദാറ്റ് entitles holder to a specified savings. കണ്ടോ, എന്തെങ്കിലും ഒരു സേവിങ്സ് ആയിട്ടാണ് കൂപ്പൺ നമ്മളെ കാണുന്നത്. ആൻഡ് എ ഫേം may redistribute the coupon through mail, newspaper, magazine or retailer. So mail, newspaper, magazine അങ്ങനെ പല പല എന്താ പറയാ മുഖേനകൾ, ഒരുപാട് മുഖേന ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൂപ്പൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദ ഹോൾഡേഴ്സ് ഓഫ് കൂപ്പൺസ് ക്യാൻ ബൈ ദ പ്രോഡക്റ്റ് അറ്റ് എ ഡിസ്കൗണ്ട് ഫ്രം ദ റീറ്റെയിലർ. സോ റീറ്റെയിലറുടെ അടുത്തുനിന്ന് നമ്മുടെ കസ്റ്റമറിന്
എന്ത് ചെയ്യാൻ പറ്റും? ഈ കൂപ്പൺ കാണിച്ചിട്ട് ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും. The retailers generally do not like this scheme because it creates financial accounting problems for them. So, ഇപ്പൊ നമ്മുടെ പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ബാലരമയെന്നൊക്കെ ചിലപ്പോൾ ഒരു കൂപ്പൺ കിട്ടുകയാണ്, എന്നിട്ട് അവർ പറയാണ് നിങ്ങൾ അടുത്തുള്ള ഫാർമസിയിൽ നിന്ന് പോയിട്ട് ഈ കൂപ്പൺ കാണിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കോ എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. സോ ഇത് ഈ പറയുന്ന പോലെ ഫാർമസിയിലുള്ള സ്റ്റാഫിന് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ ബർഡൻ വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പ്രീമിയം അല്ലെങ്കിൽ ബോണസ് ഓഫർ. അപ്പൊ ഇതെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്? ഒരു ടെക്നിക്കാ. അതിനകത്തുള്ള ക്വാണ്ടിറ്റി ഓഫ് ദ സാധനം നമുക്ക് ഒന്നെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം, കാരണം 25% എക്സ്ട്രാ എന്നൊക്കെ കാണത്തില്ലേ? അപ്പൊ അത്തരം സംഭവങ്ങളായി പ്രീമിയം അല്ലെങ്കിൽ ബോണസ് ഓഫർ നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അതായത് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കാം. 100 ml മേടിക്കുമ്പോൾ 150 ml ഫ്രീ എന്ന് പറഞ്ഞാൽ 50 ml കൂടുതലായിട്ട് കിട്ടി. അതാണ് പ്രീമിയം അല്ലെങ്കിൽ ബോണസ് ഓഫർ. അപ്പൊ ഒന്നെങ്കിൽ ആ പാക്കിന്റെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു റീയൂസബിൾ കണ്ടെയ്നർ വേണമെങ്കിൽ കൂടെ ഫ്രീ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ അഡീഷണൽ ആയിട്ട് ആ സാധനം സപ്ലിമെന്റ് ചെയ്യാം. സോ വിത്ത് പാക്ക് പ്രീമിയം, എ റീയൂസബിൾ കണ്ടെയ്നർ, എ ഫ്രീ ഇൻ ദ മെയിൽ പ്രീമിയം. ഇങ്ങനെ 3 പാറ്റേൺ ആ ഉള്ളത്. ഏറ്റവും ആദ്യം വിത്ത് പാക്ക് പ്രീമിയം എന്താന്ന് നോക്കാം. പാക്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഫ്രീ പ്രോഡക്റ്റ് ഈസ് ഗിവൺ അലോങ് വിത്ത് ദ പ്രോഡക്റ്റ് പർച്ചേസ് ബൈ ദ കസ്റ്റമർ. അപ്പൊ വിത്ത് പാക്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഫ്രീ പ്രോഡക്റ്റ് ആയിരിക്കും, ആ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് പാക്ക് പ്രീമിയം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റെയിൻലെസ് സ്പൂൺ ഈസ് ഇൻസേർട്ടഡ് ആസ് ഫ്രീ ഗിഫ്റ്റ് വിത്ത് 240 ml ബോട്ടിൽ ഓഫ് കഫ് സിറപ്പ്. കഫ് സിറപ്പിന്റെ കൂടെ ഒരു സ്റ്റീൽ സ്പൂൺ കൊടുക്കുക. റീയൂസബിൾ കണ്ടെയ്നർ. അപ്പം ഇപ്പൊ ചില സമയം നമ്മൾ ചില സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്കത് ആ കണ്ടെയ്നർ പിന്നീട് ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ വീട്ടിൽ പണ്ട് ഹോർലിക്സ് കുപ്പിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഹോർലിക്സ് കുപ്പിയിലായിരിക്കും ഇപ്പോഴും അച്ചാറിട്ട് വെച്ചിരിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഇപ്പം ചവനപ്രാശം ഒക്കെ മേടിക്കുന്ന ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പങ്കജ കസ്തൂരിയുടെ ടിന്നും ചവനപ്രാശം ഒക്കെ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം? അടുക്കളയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അടുത്ത ഫ്രീ ഇൻ ദ മെയിൽ പ്രീമിയം, അതായത് ഫ്രീ ഗിഫ്റ്റുകളൊക്കെ കസ്റ്റമേഴ്സിന്, അതായത് ഇപ്പം ഇത് വാങ്ങി എന്ന പ്രൂഫ് തരികയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക. ഓക്കെ. അടുത്ത പ്രൈസ് കോൺടെസ്റ്റ്, അതായത് കസ്റ്റമേഴ്സും സെയിൽസ്മാനും ഡീലേഴ്സും ഇടയ്ക്ക് നടക്കുന്നതാണ് പ്രൈസ് കോൺടെസ്റ്റ്. ഇവിടെ ഒരു സ്ലോഗനോ അല്ലെങ്കിൽ സെന്റൻസോ ഒക്കെ എഴുതി, ഇപ്പൊ നമ്മൾ പറയില്ലേ മാഗിയുടെ പരസ്യത്തിനകത്ത് കാണാമല്ലോ, മാഗിയുടെ പുതിയ റെസിപ്പീസ് എഴുതിയായിരിക്കും സമ്മാനം നേടും എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് ഈ പ്രൈസ് കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്ലോഗനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുക്കാം. അട്രാക്റ്റീവ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് എന്ത് കിട്ടും? എൻട്രീസ് കിട്ടും. ഓക്കെ. അടുത്ത ഫെയർസ് ആൻഡ് എക്സിബിഷൻസ്, അതായത് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി അറിയാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം? നമ്മുടെ സാധനങ്ങൾ എക്സിബിറ്റ് ചെയ്യുക. അതായത് ഫെയർ ആൻഡ് എക്സിബിഷൻസ് ആർ ഓർഗനൈസ്ഡ് ടു ഡിസ്പ്ലേ ആൻഡ് പോപ്പുലറൈസ് പ്രോഡക്റ്റ് ഓഫ് ദ ഫേം. ഫോർ എക്സാമ്പിൾ, ചില മെഡിക്കൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കോൺഫറൻസ്, സെമിനാർസ് അല്ലെങ്കിൽ സയന്റിഫിക് കോൺഗ്രസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ ഫേം അല്ലെങ്കിൽ അലീഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽസ് എന്ത് ചെയ്യും? ഇതിനെ ഓർഗനൈസ് ചെയ്ത് ഓർഗനൈസിങ് കമ്മിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇത്രയുമാണ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് സെയിൽസ്മാൻഷിപ്പ് അവരുടെ അത് നമുക്ക് പതിയെ നോക്കാം കേട്ടോ. കുറച്ചുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് പഠിക്കുമ്പോൾ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെയിൽസ്മാൻഷിപ്പ് ഇനിയും കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ. പരമാവധി തീർക്കണം. ഓക്കെ. സോ അപ്പൊ ഇന്നിപ്പം ഇരുന്നിട്ട് സെയിൽസ്മാൻഷിപ്പ് വായിക്കാം. ഇനി നമ്മൾ നേരത്തെ വായിച്ച ബാങ്കിങ്ങിന്റെ ചാപ്റ്ററും വായിക്കാം. ഓക്കെ. താങ്ക് യു.